ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് തമാശയ്ക്കാണെങ്കിൽ പോലും മുണ്ടെടുത്ത മോദി എന്നാണ്, അല്ലേ? അത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികൾ പോലും അത് അല്ല, എന്താണ് അത്, അതിന്റെ എന്ത് ആസ്പെക്ട് ആണ് മുണ്ടെടുക്കുന്ന മോദി എന്ന് പറഞ്ഞാൽ എന്ത് ആസ്പെക്ട് ആണ്? നരേന്ദ്രമോദിജി ഇന്ന് ഇത് കൃത്യമായി നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ കൾച്ചറിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ 2006 മുതൽ 2016 പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ, 8 കൊല്ലം. ഈ പോളിറ്റിക്സ് ഓഫ് പെർഫോമറായ ഒരു നേതാവാണ് എന്ന് ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ മൻമോഹൻ സിംഗിൻ്റെ പോയി എത്രയൊക്കെ തവണ കണ്ടിട്ടുണ്ട്. ഞാൻ നരസിംഹറാവുവിനെ കണ്ടിട്ടുണ്ട്, ദേവഗൗഡജി പ്രധാനമന്ത്രി ആവുമ്പോൾ കണ്ടിട്ടുണ്ട്, ഇന്ദ്രജിത് ഗുജറാൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പ്രൈം മിനിസ്റ്ററിനെ കണ്ടാൽ, ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ആണോ, ഇന്ത്യൻ ബിസിനസ് ആണോ, ഇന്ത്യൻ MP ആണോ, ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണോ, മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത് വന്നാൽ കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ലീഡറാണ് കൊടുക്കുന്ന ഒരു ലീഡറാണ് നരേന്ദ്രമോദിജി. ആ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്നവരെല്ലാവരും മിനി നരേന്ദ്രമോദിജിയാണ് അവരുടെ ബ്രാൻഡിങ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല, മോദി ആവാൻ കുറേ കാലം ഉണ്ടാവും. അത് ഇവിടെ ഒന്നും നടക്കില്ല. കാരണം അതെല്ലാം അവർ ആഗ്രഹിക്കുന്നത് മോദിയുടെ നല്ല വശങ്ങൾ സ്വീകരിക്കുന്നില്ല, അല്ല, പക്ഷെ ചെയ്യുന്നില്ലല്ലോ. അതിപ്പോ ഞാനൊരു നല്ല ബ്രാൻഡാണ് ചെയ്യുന്നുണ്ട് എന്നുകൊണ്ടാണ് അദ്ദേഹത്തെ മുണ്ടെടുത്ത മോദി എന്ന് പറയുന്നത്. അത് അവര് സഖാവുമാരല്ല പറഞ്ഞത്, ഞാനും പറയുന്നില്ലല്ലോ, വേറെ സാധാരണക്കാരൊന്നും പറയുന്നില്ലല്ലോ, ആശാ വർക്കേഴ്സൊന്നും പറയുന്നില്ലല്ലോ, ഗവൺമെന്റ് ജീവനക്കാരൊന്നും പറയുന്നില്ലല്ലോ, ഇവിടുത്തെ യുവാക്കളൊന്നും പറയുന്നില്ല. അത് സഖാവുമാരുണ്ടാക്കി പറയാ. മോദിജി ഇവിടെ വരില്ല, മോദിജിന്റെ ഒരു അവതാരമായിട്ടാണ് നമ്മൾ പിണറായി വിജയൻ, അതുകൊണ്ടായിരിക്കും നാം പിന്നെ അയ്യപ്പ സംഘം നടത്തുന്നത്. അതായിരിക്കും. അല്ല, മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ പക്ഷെ ഒരു കാര്യം, ഇത് ഞാൻ ലോകത്തിന്റെ വൈസ് പ്രസിഡന്റുമാരും പറഞ്ഞു കേട്ടതാണ്. ഒരു പുതിയ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിജി. ഗവർണൻസും ലീഡർഷിപ്പിന്റെ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് ഡൊണാൾഡ് ട്രംപും സമ്മതിക്കുന്നുണ്ട്, അത് ജോ ബൈഡനും സമ്മതിക്കുന്നുണ്ട്, വ്ളാഡിമിർ പുടിനും സമ്മതിക്കുന്നുണ്ട്, ചൈനക്കാരമായ ഷീ ജിൻ പിങ്ങും സമ്മതിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സും ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുതിയ ബെഞ്ച് മാർക്കാണ്. അതുകൊണ്ടല്ലേ ബ്രസീലിൻ്റെ പ്രസിഡന്റ് ലുല ട്രംപിൻ്റെ ഒപ്പം തമ്മിൽ തല്ലിയപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് ആവശ്യമില്ല ട്രംപ്, ഞാൻ മോദിജീൻ്റെ ഒപ്പം ഷീ ജിൻ പിങ്ങിൻ്റെ ഒപ്പം സംസാരിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോയിക്കോളാം, ബ്രസീലിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇത് കൃത്യമായി നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മളെ ഹിസ്റ്ററി, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്ലോബലി റെസ്പെക്റ്റഡ് സ്റ്റേറ്റ്സ്മാൻ